ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഈ പ്രയർ ലൈനിൽ കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിപ്പാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ ദാനമായി തന്നതിനാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് നന്ദി പറയാം. എത്രയോ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഏറിയ ഓരോ ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. പൈശാചിക ശക്തികൾ നമ്മളെ തകർക്കുവാൻ, അന്ധകാരത്തിൻ്റെ ശക്തികൾ നമ്മളെ തകർക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ രക്ഷയും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ കോട്ടയുമായ നമ്മുടെ കർത്താവ് നമുക്ക് തുണ നിന്ന് ഓരോ ദിവസവും നമ്മളെ വഴി നടത്തുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴം എത്ര വലിയതെന്ന് ഓരോ ദിവസവും രുചിച്ചറിയുവാൻ ദൈവം നമ്മളെ ഇടയാക്കുന്നുവല്ലോ. വീണ്ടും ദൈവസന്നിധിയിൽ എനിക്ക് ദൈവവചനം നിങ്ങളോട് അറിയിപ്പാൻ തക്കവണ്ണം ദൈവം ഒരവസരം കൂടെ ദാനമായി തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചന ധ്യാനം എൻ്റെ ജീവിതത്തിനും വളരെ അധികം സന്തോഷവും പ്രത്യാശയും നൽകുന്ന ഒരു അനുഭവമാണ്. വചനത്തിൻ്റെ ആഴങ്ങളും സത്യങ്ങളും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെയും ഇടയാക്കുന്നു. അതുപോലെ ഇത് ശ്രവിക്കുന്ന എല്ലാ ദൈവ മക്കളെയും അതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൊലോസ്യർ 2-ന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ ഞാനിവിടെ വായിക്കട്ടെ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിനെ രക്ഷിതാവും നമ്മുടെ കർത്താവുമായി നമ്മൾ അംഗീകരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇതായിരിക്കണമെന്നാണ് ദൈവം നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നത്. അവൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ നടക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവനിൽ വേരൂന്നണം. അതായത് ദൈവവചനത്തിൽ നമ്മൾ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ച് നമ്മൾക്ക് അപ്പോസ്തലന്മാരും പരിശുദ്ധാത്മാവും ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നാം 1-ാം അധ്യായം പഠിക്കുമ്പോൾ അതിലെ പ്രധാന ചിന്തകൾ പൗലോസ് കൊലോസ്യയിലുള്ള വിശ്വാസികളോടും നമ്മളോടും പറയുന്നത്, ഒന്ന്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിൽ വസിക്കുന്നു. 1:27 നാം വായിക്കുന്നു, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ക്രിസ്തുവും സഭയും മർമ്മമാണ് എന്ന് നമുക്കറിയാം. ഇത് മറഞ്ഞു കിടന്ന ഒന്നാണ്. അത് പഴയ നിയമ വിശുദ്ധർക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന ഒന്നാണ്. മിസ്റ്ററി അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത് ഒരു കടങ്കഥയല്ല, മറിച്ച് അത് വെളിപ്പെടുത്തി തന്നാൽ മാത്രം നമുക്ക് അറിയായി വരുന്ന ഒരു സത്യമാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. മിസ്റ്ററി, മർമ്മം ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാകുകയുള്ളൂ. ഇതാണ് മർമ്മം എന്ന് പറയുന്നത്. സഭയെന്ന് പറയുന്ന മർമ്മം അല്ലെങ്കിൽ സഭയെന്ന് പറയുന്ന മിസ്റ്ററി എല്ലാവർക്കും മറഞ്ഞു കിടന്ന ഒന്നാണ്. എന്നാൽ ദൈവം അത് തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. തെരഞ്ഞെടുക്കപ്പെട്ട യഹൂദ ജനവും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ജാതികളും ക്രിസ്തു യേശുവിൽ കൂടി അവൻ്റെ രക്തത്താലുള്ള കഴുകലിലൂടെ അവനിലുള്ള വിശ്വാസത്തിലൂടെ സഭ എന്ന ദൈവത്തിൻ്റെ മർമ്മത്തിലെ ഒരു ശരീരത്തിലെ അംഗങ്ങളായിത്തീരുന്നു. ഈ മർമ്മം വെളിപ്പാടിനാലാണ് നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നത്.
അതാണ് ഈ എഫേസ്യർ 3:3 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയുവായി വന്നു. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. എന്താണ് ഈ മർമ്മം? അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ഇതാണ് ആ മറഞ്ഞുകിടന്ന മർമ്മം. ജാതികൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളാകുമെന്നും ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയിലെ അംഗങ്ങളാകുമെന്നും വാഗ്ദത്തത്തിന് പങ്കാളിയാകും എന്നുള്ളതാണ് ആ മറഞ്ഞുകിടന്ന മർമ്മം. നമുക്കറിയാം, സഭയുടെ ഉദ്ദേശം തന്നെ യഹൂദ ജനത്തിന് വേണ്ടിയായിരുന്നു. ജനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടന്നിരുന്ന ആ മർമ്മമാണ് ജാതികൾ ക്രിസ്തുയേശുവിൽ കൂടി ദൈവസഭയുടെ ഭാഗമായി തീരണമെന്നുള്ളത്. അതുകൊണ്ട് ആ മറഞ്ഞു കിടന്ന മർമ്മം ജാതികൾ സുവിശേഷത്താൽ, അതായത് യേശുക്രിസ്തുവിൽ കൂടെ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. കൊലോസ്യർ 1:10 മുതൽ 13 വരെ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മിൽ ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായിട്ട്, നാം കർത്താവിനെ യോഗ്യമാവണ്ണം നടക്കുമ്പോൾ. 2, കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നാം അറിയുമ്പോൾ. 3, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരുമ്പോൾ. 4, പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ ശക്തിയോടെ നാം ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ ബലപ്പെടുമ്പോൾ. 5, പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ നാം സ്തോത്രം ചെയ്യുമ്പോൾ. ഇങ്ങനെ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നാം ചെയ്തെങ്കിൽ മാത്രമേ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുകയുള്ളൂ. ദൈവം ഇത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ അത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കണമെങ്കിൽ നാം കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം, കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നറിയണം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണം, പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ ശക്തിയോടെ നാം ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ ബലപ്പെടണം, പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. എന്തിനാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത്? അത് നമുക്ക് 1:28 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ രൂപത്തോടും സ്വഭാവത്തോടും നാം അനുരൂപരായി തീരുവാനാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത്. ദൈവവചനത്തിൽ പലയിടങ്ങളിലും എങ്ങനെ നമുക്ക് ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇച്ചിരിയും കൂടെ ആഴമായിട്ട് ഡീറ്റെയിൽഡായിട്ട് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൊലോസ്യർ 2:6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. അപ്പോൾ ഒന്നാമത്തത് ക്രിസ്തുവിനെ അറിയുക. അതാണ് 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നാം അറിയണം. നോ ക്രൈസ്റ്റ്. 2, ക്രിസ്തുവിനോട് കൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ നടക്കണം. വാക്ക് ഇൻ ക്രൈസ്റ്റ്. അത് 6-7 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 3, തെറ്റായ പഠിപ്പിക്കലുകളിൽ വീണുപോകാതെ ഒഴിഞ്ഞു നിൽക്കണം. ഡോൺ ഫാൾ ഇൻ ടു ഫാൾസ് ടീച്ചിങ്. അത് 2:8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 4, ക്രിസ്തു എന്ന തലയെ മുറുകെ പിടിക്കുക, ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുക. അത് 2:16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ 4 കാര്യങ്ങൾ നമുക്ക് സ്വല്പമായിട്ട് ചിന്തിക്കാം.
ഒന്ന്, ക്രിസ്തുവിനെ അറിയുക, നോ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ അറിയുക. അതാണ് ഒന്നാമതായിട്ടുള്ള ക്രിസ്തുവിനോടിൻ്റെ തലയോളം, ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ നാം ചെയ്യേണ്ടത് ഒന്ന്, ക്രിസ്തുവിനെ അറിയണം. ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തു എന്നത് ഒരു ദൈവമർമ്മമാണ്, ഒരു മിസ്റ്ററിയാണ് ക്രൈസ്റ്റ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഇത്. നാം നേരത്തെ ചിന്തിച്ചതുപോലെ മർമ്മം അല്ലെങ്കിൽ മിസ്റ്ററി എന്നത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒന്നാണ് ഇത്. ഇത് അറിവ് കൊണ്ടും നമ്മുടെ ജ്ഞാനം കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ യോഗ്യത കൊണ്ടോ ഒന്നും അറിയുന്ന ഒന്നല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ദൈവവും ദൈവത്തിൻ്റെ ആത്മാവും ആ മറഞ്ഞു കിടന്ന സത്യം നമുക്ക് മറ നീക്കി ആത്മാവിൽ വെളിപ്പെടുത്തി തരുന്നു. അതൊരു വലിയ ഭാഗ്യമാണ്. എല്ലാവർക്കും ഈ ഭാഗ്യം ലഭിക്കുന്നില്ല എന്ന് നാം ഓർക്കണം. ദൈവത്തിൻ്റെ മുന്നറിവിലും കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിലും ഉൾപ്പെട്ടവർക്ക് ദൈവം നൽകുന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു ഭാഗ്യമാണ് ഈ ക്രിസ്തു എന്ന മർമ്മം. ഈ ലേഖനത്തിൽ പല മർമ്മങ്ങൾ പൗലോസ് വിവരിച്ചിട്ടുണ്ട്. ഒന്ന്, ക്രിസ്തു എന്ന മർമ്മം. രണ്ട്, സഭയെന്ന മർമ്മം. മൂന്ന്, ജാതികൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ കൂട്ടാളികളാകുമെന്ന മർമ്മം. നാല്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നത്, അത് വിശ്വാസികളിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നു എന്നുള്ളത്, അത് വേറൊരു മർമ്മമാണ്. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തുവിൽ തികഞ്ഞവരാകണം എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ പടിയാണ് നാം ക്രിസ്തുവിനെ അറിയുക, നോ ക്രൈസ്റ്റ്. ക്രിസ്തു ഒരു ദൈവമർമ്മമാണ്. യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ കൃപയാൽ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ അവനിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. പല മർമ്മങ്ങളിൽ 2 മർമ്മങ്ങളെ വലിയ മർമ്മങ്ങൾ അല്ലെങ്കിൽ ഗ്രേറ്റ് മിസ്റ്ററീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാമത്തേത് 1 തീമോത്തിയോസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു. ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്നത് ഒരു വലിയ മർമ്മം, ഒരു ഗ്രേറ്റ് മിസ്റ്ററിയാണ്. ഗോഡ് കെയിം ഇൻ ഫ്ലെഷ്. ദൈവം ജഡമായി മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടു. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യമാണ്, എങ്ങനെ ഇത് സംഭവിക്കും? അത് നമുക്കുമുണ്ടാകും, ലോകത്തിനും ഇത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. പരിശുദ്ധാത്മാവിനാൽ കന്യക ഗർഭിണിയായി. ഇത് എങ്ങനെ സംഭവിക്കും? മനസ്സിലാക്കുവാൻ വലിയ പ്രയാസമാണ്. എത്ര ചിന്തിച്ചാലും അതിന് ഒരു ഉത്തരം കിട്ടുകയില്ല. ലോകത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇത് എത്ര ചിന്തിച്ചാലും, എത്ര റിസർച്ച് ചെയ്താലും, എത്ര ടെക്നോളജി വളർന്നാലും മനുഷ്യന് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഒന്നാണ് ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജഡാവതാരം എന്നുള്ളത്. ഒരു വലിയ മർമ്മം തന്നെയാണിത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാധാരണക്കാരായ നമ്മൾക്ക് ആ വലിയ മർമ്മം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അത് വിശ്വസിപ്പാനും ഹൃദയത്തിൽ ഏറ്റെടുപ്പാനും നമുക്ക് ദൈവം കൃപ നൽകി. അതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും നമുക്ക് അതിന് മതിയാകുകയില്ല. ആ ക്രിസ്തു എന്ന മർമ്മം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. ആ ക്രിസ്തുവിനെ വിശ്വസിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. മറഞ്ഞു കിടന്നിരുന്ന ആ സത്യം സാധാരണക്കാരായ ആട്ടിടയർക്കും മുക്കുവരായ ശിഷ്യന്മാർക്കും ജാതികളായിരുന്ന നമുക്കും ദൈവം വെളിപ്പെടുത്തി തന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറഞ്ഞു കിടന്നത് ശിശുക്കളായ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. ഇത് നാം ദൈവവചനത്തിൽ വായിക്കുന്നതാണ്. ദൈവത്തെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാകുകയില്ല. 2-ാമത്തെ വലിയ മർമ്മം എഫേസ്യർ 5:31-32 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്.
ഭാര്യാഭർത്താക്കന്മാർ ഒരു ശരീരമാകുന്നത് പോലെ ക്രിസ്തുവും തൻ്റെ കാന്തയായ സഭയും ഒന്നായിത്തീരുമെന്നുള്ളത്. ഭാര്യാഭർത്താക്കന്മാർ ഒരു ശരീരമാകുന്നത് പോലെ ക്രിസ്തുവും തൻ്റെ കാന്തയായ സഭയും ഒന്നായിത്തീരുമെന്നുള്ളത്. ഇത് ഒരു ഗ്രേറ്റ് മിസ്റ്ററിയാണ്. ഇത് വിശദീകരിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. ക്രിസ്തുവിനെ അറിയുക എന്നത്, ക്രിസ്തു എന്ന ദൈവമർമ്മം അറിയുക എന്നത് ഒരു വലിയ ഭാഗ്യവും പദവിയും ആണ് എന്ന് നാം ഓർക്കണം. ഇതിൽ പരം വലിയ ഭാഗ്യം ഒരു മനുഷ്യ ജീവിതത്തിലില്ല. നാം ക്രിസ്തുവിനെ അറിയുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 3-ൽ നാം വായിക്കുന്നത് പോലെ അവനിൽ ഗുപ്തമായിട്ടിരിക്കുന്ന, അവനിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ നമുക്ക് വെളിപ്പെട്ടു വരും. ലോകത്തിൻ്റെ ജ്ഞാനത്തിനും പരിജ്ഞാനത്തിനും പരിധിയുണ്ടെന്ന് നാം ഓർക്കണം. അതിന് ലിമിറ്റേഷനുണ്ട്. അത് അന്വേഷിക്കേണ്ട എന്നല്ല, മറിച്ച് ജ്ഞാനവും പരിജ്ഞാനവും വേണമെങ്കിൽ നാം ക്രിസ്തുവിനെ അറിയണം. ലോകത്തിൻ്റെ അറിവ് കൊണ്ട് മറഞ്ഞിരിക്കുന്ന നിക്ഷേപങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ നാം കാണുന്നത് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളാണ്. ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ് എന്നാണ് ഇംഗ്ലീഷിൽ നാം കാണുന്നത്. നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ട്രഷേഴ്സ് ഉണ്ട് ക്രിസ്തുവിൽ. അത് ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ നിക്ഷേപങ്ങൾ ക്രിസ്തുവിൽ ഗുപ്തമായിട്ടിരിക്കുന്നു, അത് മറഞ്ഞിരിക്കുന്നു. അത് നാം ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം അന്വേഷിച്ച് കണ്ടെത്തണം. റോമർ 11:33 നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ധനം, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ അറിവ് എന്നിവയുടെ ആഴം ഒരു മനുഷ്യന് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ക്രിസ്തുവിനെ അറിയുമ്പോൾ അവനിൽ മറഞ്ഞു കിടക്കുന്ന സകല നിക്ഷേപങ്ങളും നമുക്ക് വെളിപ്പെട്ടു വരും. പക്ഷേ നാം അത് അന്വേഷിച്ച് കണ്ടെത്തണം. രണ്ടാമത്തേത് വാക്ക് ഇൻ ക്രൈസ്റ്റ് ഓർ ലിവ് ഇൻ ക്രൈസ്റ്റ്. ഇപ്പോൾ ഒന്നാമത്തേത് നമ്മൾ കണ്ടു, നമ്മൾ ക്രിസ്തുവിനെ അറിയുക, നോ ക്രൈസ്റ്റ്. രണ്ടാമത്തേത് നമ്മൾ കാണുന്നത് ക്രിസ്തുവിൽ വസിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ നടക്കുക. ക്രിസ്തുവിനെ അറിയുക മാത്രമല്ല, വിശ്വാസത്താൽ പ്രവൃത്തികളാൽ ക്രിസ്തുവിൽ നാം വസിക്കണം, ക്രിസ്തുവിൽ നാം നടക്കണം, ക്രിസ്തുവിൽ നാം വേരൂന്നണം, ക്രിസ്തുവിൽ നാം ജീവിക്കണം. 2:6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ വിശ്വാസത്താൽ അവനെ നാം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവൻ്റെ കൂടെ നാം നടക്കണം. വാക്ക് ഇൻ ക്രൈസ്റ്റ്, അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം അവനിൽ നാം ജീവിക്കണം. ലിവ് ഇൻ ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും വസിക്കണം. അതിന് 1 നാം വേരൂന്നണം, 2 നാം ആത്മീയ വർധന പ്രാപിക്കണം. അപ്പോൾ അവനെ കൈക്കൊണ്ടതുപോലെ വിശ്വാസത്താലാണ് നാം യേശുക്രിസ്തുവിനെ അറിഞ്ഞതും കൈക്കൊണ്ടതുമെന്ന് നാം ഓർക്കണം. ഒരാളെ നാം നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കണമെങ്കിൽ നമുക്ക് അവനിൽ വിശ്വാസമുള്ളവരായിരിക്കണം. അപരിചിതരെ നാം ഒരിക്കലും വീടുകളിൽ കയറ്റുകയില്ല. അവിശ്വാസമുള്ള ഒരാൾക്ക് ഒരിക്കലും യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ സാധ്യമല്ല എന്ന് നാം അറിയണം. വിശ്വാസത്തിൻ്റെ പരിണിത ഫലം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. ഹൃദയം കൊണ്ട് നാം യേശുവിൽ വിശ്വസിക്കണം. എന്നാൽ മാത്രമേ നമുക്കവനെ കൈക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. അവനെ നാം വിശ്വാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവൻ വന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മിലും വസിക്കും. നമുക്ക് അവനിൽ വസിക്കണമെങ്കിൽ, നമുക്കവനിൽ നടക്കണമെങ്കിൽ, വേരൂന്നണമെങ്കിൽ ആദ്യം വേണ്ടത് അവനിൽ വിശ്വസിക്കണം. പിന്നെ അവനെ ക്ഷണിക്കുക, പിന്നെ അവനെ കൈക്കൊള്ളുക. അവനെ കൈക്കൊണ്ടവർ, അവനിൽ വിശ്വസിച്ചവർ അവനിൽ വസിക്കണം, അവനിൽ ജീവിക്കണം, അവനിൽ നടക്കണം. വാക്ക് ആൻഡ് ലിവ് ഇൻ ക്രൈസ്റ്റ്. പൗലോസ് 2 ഇമേജസ് അല്ലെങ്കിൽ 2 ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുന്നത്. 1 ഒരു കൃഷിയുടേതും 2 ഒരു കൺസ്ട്രക്ഷൻ്റെയും ഒരു പണിയുടെയും ഇമേജസ്
ഉദാഹരണങ്ങളാണ് പൗലോസ് ഈ അധ്യായത്തിൽ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുന്നത്. ക്രിസ്തുവിൽ വേരൂന്നുക, അതുപോലെ തന്നെ ക്രിസ്തുവിൽ നമ്മെ പണിയുക. റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ബിൽഡപ്പ് ഇൻ ക്രൈസ്റ്റ്. നമുക്കറിയാം, ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം വിതയ്ക്കുന്നു. പാരബിൾ ഓഫ് ദ സോവർ, വിതയ്ക്കുന്നവൻ്റെ ഉപമ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. നാം വചനം ഏറ്റെടുക്കുമ്പോൾ, വചനം വിശ്വസിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. പിന്നെ വിശ്വാസത്തിൽ നാം വളരുന്നു. ആഫ്റ്റർ വി പ്ലാന്റ് ദ സീഡ്, അതായത് വിതച്ചത് കിളിർത്ത് ചെടിയായി മരമായി വളരണം, ഫലം കിട്ടുവാനായിട്ട്. മണ്ണിന് മുകളിൽ മരം എത്രയുണ്ടോ അതിൻ്റെ 3 ഇരട്ടി വേരുകൾ മണ്ണിൻ്റെ അടിയിലും കാണും. വളർച്ച മുരടിച്ചാൽ അർത്ഥം വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ പ്രതികൂലമായ കാലാവസ്ഥയിലാണ് മരങ്ങൾ നന്നായി ശക്തിയായി സ്ട്രോങ് ആയി വളരുന്നതെന്ന് നമുക്കറിയാം. കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മരത്തെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങും. നല്ല മണ്ണും വളവുമൊക്കെ ഉണ്ടെങ്കിൽ വളർച്ച വലുതായിരിക്കും. അതുപോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതവും. നമ്മുടെ വിശ്വാസ ജീവിതം വളർന്ന് ഉറച്ചു നിൽക്കണമെങ്കിൽ നാം ക്രിസ്തുവിലും വചനത്തിലും വേരൂന്നി വളരണം. പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസത്തിൻ്റെ ശോധനയിലും നാം ഉറച്ചു നിൽക്കുവാനും വിശ്വാസത്തിൻ്റെ വേരുകൾ ആഴമായി ഇറങ്ങുവാനും നമുക്ക് സാധിക്കും. നല്ല വചനധ്യാനവും പരിശുദ്ധാത്മാവുമുണ്ടെങ്കിൽ ഈ വളർച്ച ഫലപ്രദമായിരിക്കുമെന്ന് നാം ഓർക്കണം. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു വേരൂന്നി വളരുന്ന ഒരവസ്ഥയിലായിരിക്കണം, റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് ആയിരിക്കണം. അതാണ് ഒരു കൃഷിയുടെ ഇമേജുമായിട്ട് പൗലോസ് താരതമ്യം ചെയ്തിട്ട് നമ്മളെ ഓർപ്പിക്കുന്നത്. രണ്ടാമത്തേത് ഒരു പണിയുടേതാണ്, ഒരു കൺസ്ട്രക്ഷൻ്റേതായ. ബിൽഡപ്പ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമ്മെ പണിയുക. നമുക്കറിയാം, നമ്മൾ ഒരു ഭവനത്തിന് ഒരു വീട് പണിയുവാനായിട്ട് അടിസ്ഥാനമിടുന്നു. ആ അടിസ്ഥാനം ഇടുക എന്നതിന് തുല്യമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ക്രിസ്തുവിനെ കൈക്കൊണ്ട് നാം രക്ഷിക്കപ്പെടുക എന്നുള്ളത്. നമ്മൾ ബിൽഡിങ്ങിന് അടിസ്ഥാനമിടുമ്പോൾ വലിയ ആഘോഷങ്ങളൊന്നും നടത്താറില്ല. ഒരു ചെറിയ ആഘോഷം, എല്ലാവരെയും വിളിച്ച് ഒരു ചെറിയ ആഘോഷം, ഒരു സെലിബ്രേഷൻ മാത്രമേ നമ്മൾ നടത്തുകയുള്ളൂ. എന്നാൽ നാം ഒന്ന് ഓർക്കണം, ആ അടിസ്ഥാനത്തിന്മേൽ നമ്മൾ ബിൽഡപ്പ് ചെയ്യും. ആ ഫൗണ്ടേഷൻ്റെ മേളിലാണ് നമ്മൾ ബിൽഡിങ് കംപ്ലീറ്റ് ആക്കുന്നത്. ആ അടിസ്ഥാനത്തിന്മേൽ നമ്മൾ പണിയണം. പണി പൂർത്തിയാകുമ്പോഴാണ് വലിയ സെലിബ്രേഷൻസ്, വലിയ ആഘോഷം, എല്ലാവരെയും വിളിച്ച് ആ പണി പൂർത്തിയായി എന്നുള്ള സന്തോഷം നമ്മൾ പങ്കിടുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും. നമ്മൾ കർത്താവിനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൈക്കൊള്ളുമ്പോൾ അത് ക്രിസ്തീയ ജീവിതത്തിന് ഒരു അടിസ്ഥാനം ഇടുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ആ അടിസ്ഥാനത്തിന്മേൽ, ക്രിസ്തീയ ജീവിതത്തിന്മേൽ നമുക്ക് ധാരാളമായിട്ട് വീണ്ടും പണി കംപ്ലീറ്റ് ആക്കാനുണ്ട്. ആ പണിയുടെ ഒരു പൂർത്തീകരണമാണ് നമ്മുടെ രക്ഷയുടെ വീണ്ടെടുപ്പെന്ന് പറയുന്നത്. ആ അവസരത്തിലാണ് നമ്മൾ വലിയ സെലിബ്രേഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ നയിക്കുകയും നമുക്ക് ഒരാഘോഷമായി മാറുകയും ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അത് പ്രത്യേകം നമ്മൾ ഓർക്കുകയും അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആ പണി പൂർത്തിയാക്കി അക്കരെ നാട്ടിലേക്ക് കടന്നു പോകാനുള്ള വാഞ്ചയോടെ നമ്മൾ ജീവിക്കുകയും ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, അവനെ കൈക്കൊണ്ട ശേഷം നാം അവനിൽ വളരണം, അവനിൽ നാം നടക്കണം, അവനിൽ നാം വേരൂന്നണം, പണിത് ഉയർത്തണം. വാക്ക് ഇൻ ക്രൈസ്റ്റ്, റൂട്ടഡ് ആൻഡ് ബിൽഡ് അപ്പ് ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ കാണിച്ചു. 1, ക്രിസ്തുവിനെ കൈക്കൊള്ളുക. 2, ക്രിസ്തുവിൽ വേരൂന്നി വളരുക, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിനോട് കൂടെ വസിക്കുക. 3-മത്തേത്, അന്യഥാവുള്ള ഉപദേശങ്ങളിൽ നിന്നും പഠിപ്പിക്കലുകളിൽ നിന്നും നാം അകന്നു നിൽക്കണം. സ്റ്റേ എവേ ഫ്രം ഫാൾസ് ടീച്ചിങ്.
കൊലോസിയയിൽ ഒത്തിരി ഫാൾസ് ടീച്ചിങ്സ് കടന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് ഈ ലേഖനം പഠിക്കുമ്പോൾ സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ എന്നുള്ള ഒരു ചിന്ത, ക്രൈസ്റ്റ് ഈസ് നോട്ട് ഇനഫ്, നോട്ട് സഫിഷ്യൻറ്റ് എന്നുള്ള ചിന്ത യേശുക്രിസ്തുവിനെയും അവൻ്റെ ദൈവത്വത്തെയും സംശയിച്ചു എന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അവരുടെ കൊലോസ്യയിൽ അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ നടന്നു. അതിനെയാണ് പൗലോസ് ഖണ്ഡിക്കുകയും യേശുക്രിസ്തു മാത്രം മതി, ഹീ ഈസ് ഇനഫ്, ഹീ ഈസ് സഫിഷ്യൻറ്റ് ഫോർ അവർ സാൽവേഷൻ എന്നുള്ള ആ വലിയ ഒരു സന്ദേശം കൊലോസ്യയിലെ വിശ്വാസികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്ന ചില ഫാൾസ് ടീച്ചിങ് ക്രിസ്തു ദൈവമല്ല, അവൻ ദൈവദൂതനാണെന്ന് പഠിപ്പിച്ചു. പരിച്ഛേദന, ശബത്ത്, പെരുന്നാൾ ഇവ ആചരിക്കണം എന്ന് അവരോട് ഉപദേശിച്ചു. ചില ഭക്ഷണങ്ങൾ കഴിക്കരുത്, ചിലതിൽ തുടരുത്, ചിലത് രുചിക്കരുത്, ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ കൊലോസ്യയിലുണ്ടായിരുന്നു. എന്നാൽ കൊലോസ്യ ലേഖനം 2:9 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഇതെല്ലാം തെറ്റാണെന്നും ക്രിസ്തു ദൈവമാണെന്നും അവൻ വരുവാനുള്ളതിൻ്റെ നിഴലാണെന്നും വ്യക്തമാക്കുന്നു. ക്രിസ്തുവിനോട് കൂടെ വേറെ ഒന്നും കൂട്ടേണ്ട കാര്യമില്ല. ക്രൈസ്റ്റ് ഈസ് സഫിഷ്യൻറ്റ് ഓർ ക്രൈസ്റ്റ് ഈസ് ഇനഫ് എന്ന് പഠിപ്പിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുതെന്ന് പൗലോസ് പറയുന്നു. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സർവ്വ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവൻ ക്രിസ്തുവാണ്. ക്രിസ്തു തൻ്റെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കാൽവറി ക്രൂശിലെ തൻ്റെ യാഗത്താൽ, തൻ്റെ മരണത്താൽ ഈ പരിച്ഛേദനയുടെ ആവശ്യമില്ല എന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ പറയുന്നു, സ്നാനത്താൽ നാം അവനോടുകൂടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെയും അവനോടുകൂടെ അവിടെ ഉയർപ്പിച്ചു, അല്ലെങ്കിൽ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളും പാപങ്ങളും നമ്മോട് അവൻ ക്ഷമിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും വർഗം വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടി. ഭക്ഷണപാനീയങ്ങൾ, പെരുന്നാൾ, ശബത്ത് ഇവ വരുവാനിരുന്നവയുടെ നിഴലാണ് എന്ന് പൗലോസ് പറയുന്നു. ജഡമനസ്സിനാൽ ചീർത്ത് ക്രിസ്തു എന്ന തലയെ മുറുകെ പിടിക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ നടക്കുന്നവരുടെ ആലോചനയ്ക്കും പഠിപ്പിക്കലുകൾക്കും നിങ്ങൾ അധീനരാകരുത് എന്ന് പൗലോസ് മുന്നറിയിപ്പ് തരുന്നു. മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും നാം കീഴ്പ്പെടരുത്. ഇന്ന് നമ്മുടെ സമൂഹത്തിലും വിശ്വാസഗോളത്തിലും ഇതെല്ലാം നടക്കുന്നുണ്ട്. ശ്ലീഹന്മാരെ അല്ലെങ്കിൽ പുണ്യാളന്മാരെ ആരാധിക്കുന്നുണ്ട്, മറിയത്തിനെ ആരാധിക്കുന്നു. ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, അതുപോലെ കൊടിയേറ്റം, എഴുന്നള്ളത്ത്, വെടിമരുന്ന് പ്രയോഗം, മെഴുകുതിരി കത്തിപ്പ്, ഉരുളൽ, ദിവ്യ പ്രദക്ഷിണം, എന്തൊക്കെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങളിൽ നാം കാണുന്നത്. വിശുദ്ധന്മാരെ പ്രഖ്യാപിച്ച് മധ്യസ്ഥത നടത്തുന്നു. ദൂതന്മാരെ അല്ലെങ്കിൽ പോപ്പിനെ, തിരുമേനിമാരെ, അച്ഛന്മാരെ, പാസ്റ്റർമാരെ ആരാധിക്കുന്നു. സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു. കുരിശ് ചുമന്ന് മല കയറുന്നു, ഉരുളുന്നു. ഇതിന് തുല്യമായി അല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിലും വേറൊരു രൂപത്തിൽ പെന്തക്കോസ്ത് ഗോളത്തിൽ നടക്കുന്നത് എന്തെല്ലാമാണ്. ഓണം, ക്രിസ്മസ് കരോള്, ഹാലോവീന്, വാലൻ്റൈൻസ്, എഗ്ഗ് ഹണ്ടിങ്, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിൽ നാം ചെയ്യുന്നു. പൗലോസ് നമ്മോട് പറയുന്നത് നാം ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണം. അന്യഥായുള്ള ഉപദേശങ്ങളെയും പഠിപ്പിക്കലുകൾക്കും പിറകെ നമ്മൾ പോകരുത്. ക്രിസ്തുവിലുള്ള ജ്ഞാനവും പരിജ്ഞാനവും നാം പ്രാപിക്കണം. ക്രിസ്തു മാത്രം മതി. യേശു ക്രിസ്തു കാൽവറി കുരിശിൽ എല്ലാം നമുക്ക് വേണ്ടി നിവർത്തിച്ചു. ഇറ്റ്സ് ഫിനിഷ്ഡ്. അത് ഒരു ഫിനിഷ്ഡ് വർക്കാണ്. അവനിലുള്ള വിശ്വാസത്തിൽ നിലനിന്ന് ലോകത്തിലെ പഠിപ്പിക്കലുകളെ നാം ഒഴിഞ്ഞ് ജീവിക്കണം. നമ്മൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ക്രിസ്തു എന്ന തലയെ മുറുകെ പിടിക്കണം. സഭയുടെ തലയായവനെ, ശരീരത്തിൻ്റെ തലയായവനെ നാം മുറുകെ പിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന രക്ഷയെ പൂർണ്ണമാക്കുവാൻ, അവൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ
യേശുക്രിസ്തുവിന് കഴിയുമെന്ന് നാം പൂർണ്ണമായും വിശ്വസിക്കണം. ക്രൈസ്റ്റ് ഈസ് ഇനഫ് എന്ന് നാം പറയണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുള്ള ഒരു ചിന്തയായിരിക്കണം, ക്രിസ്തു നമുക്ക് സഫിഷ്യൻ്റാണ്, ഹീ ഈസ് ഇനഫ്. അവൻ തൻ്റെ അവസാന ശ്വാസമെടുത്തപ്പോൾ പറഞ്ഞത് എല്ലാം നിവർത്തിയായി എന്നാണ്. ഒന്നും ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾക്കപ്പുറമായി നാം ചേർക്കേണ്ടതില്ല. നത്തിങ് നീഡ് ടു ബി ആഡഡ്. ക്രൈസ്റ്റ് ഈസ് ഇനഫ്. ദൈവം ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക എന്നുള്ളതാണ്. അതിനപ്പുറം ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തു എന്ന തലയോളം നാം വളരണം. ക്രിസ്തുവിൻ്റെ രൂപത്തോടും ഭാവത്തോടും നാം അനുരൂപരായി തീരണം. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രൂപത്തോടും ഭാവത്തോടും നാം അനുരൂപരായി തീരണം. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ എൻഡ് റിസൾട്ടായി നമുക്ക് വേണ്ടത് ഇതാണ്. അതുകൊണ്ട് നാം ക്രിസ്തുവിനെ അറിയണം. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിച്ചത്, നോ ക്രൈസ്റ്റ്. 2, ക്രിസ്തുവിൽ നാം വളരണം, ക്രിസ്തുവിൽ നാം വസിക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നാം ജീവിക്കണം. 3, കള്ള ഉപദേശങ്ങളിൽ നിന്നും തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്നും നാം ഒഴിഞ്ഞ് നിൽക്കണം. ഒരിക്കൽ കൂടി ഞാനത് പറയട്ടെ. 1, ക്രിസ്തുവിനെ അറിയണം. 2, ക്രിസ്തുവിൽ വസിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം. 3, കള്ള ഉപദേശങ്ങളിൽ നിന്നും തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്നും നാം ഒഴിഞ്ഞു നിൽക്കണം. 4, ക്രിസ്തു എന്ന തലയെ നാം മുറുകെ പിടിക്കണം. ഇങ്ങനെ നാം ക്രിസ്തുവിനെ അറിയുമ്പോൾ അവനിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ നമുക്ക് വെളിപ്പെട്ടു വരും. അതാണ് പൗലോസ് പറയുന്നത്. അതാണ് 1:3 നാം വായിക്കുന്നത്. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ജ്ഞാനവും പരിജ്ഞാനവും നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ആദ്യം ക്രിസ്തുവിനെ അറിയണം. ഒരാളെ അറിയാതെ, ഒരാളെ മനസ്സിലാക്കാതെ അയാളിൽ മറഞ്ഞിരിക്കുന്ന യാതൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൻ്റെ മഹത്വം നാം അറിയണം. അവൻ്റെ ദൈവത്വം നാം മനസ്സിലാക്കണം. അവൻ സകലത്തിൻ്റെയും ഉടയവനും സൃഷ്ടിതാവുമാണെന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കണം. സകല ദൂതന്മാരെക്കാളും, പഴയ നിയമ പിതാക്കന്മാരേക്കാൾ, സകല പ്രവാചകന്മാരേക്കാൾ ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ് എന്ന് നാം ഓർക്കണം. ക്രിസ്തുവിനെ വേണ്ടുന്നതുപോലെ നാം അറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, അവനിൽ മറഞ്ഞു കിടക്കുന്ന ആ വലിയ മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെട്ട് വരും. ക്രിസ്തുവിനെ നാം വേണ്ടുന്നതുപോലെ അറിയുമ്പോൾ അവനിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ആ ദൈവ തേജസ് നമ്മളിൽ വിളങ്ങുവാനായിട്ട് ഇടവരും. ആ വെളിച്ചം നമ്മളിൽ വസിക്കുവാനായിട്ട് ഇടവരും. നമ്മെ അവൻ ഇരുളിൻ്റെ പ്രവൃത്തികളിൽ നിന്നും, ഇരുട്ടിൻ്റെ ശക്തിയിൽ നിന്നും, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും കർത്താവ് നമ്മളെ വെളിയിൽ കൊണ്ടുവരും. ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ക്രിസ്തുവിൽ വളരുവാനുള്ള ആഗ്രഹം നമ്മിലുണ്ടാകും, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകണം. ദൈവവചനത്തിൽ വേരൂന്നുവാൻ, വചനത്തിലും ക്രിസ്തുവിലും വളരുവാൻ, ക്രിസ്തുവിനോട് കൂടെ നടക്കുവാൻ, അവനിൽ വസിപ്പാൻ നമുക്ക് ഇടയാകും. അടിസ്ഥാനമിട്ടതിന് ശേഷമേ നമുക്ക് പണിയുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തു എന്ന പാറമേൽ നമ്മുടെ അടിസ്ഥാനമിട്ട് കഴിയുമ്പോൾ ആ അടിസ്ഥാനത്തിന്മേൽ ദൈവവചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മുടെ വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം നല്ല ഉറപ്പുള്ളതായി പണിയുവാനായിട്ട് നമ്മെ ദൈവം സഹായിക്കും. ഉറപ്പുള്ള പാറമേൽ പണിത വീട് പോലെ നമ്മുടെ ജീവിതം ഉറപ്പുള്ളതും കുലുങ്ങാത്തതുമാകണമെങ്കിൽ നാം നമ്മുടെ അടിസ്ഥാനമിടുന്നത് എവിടെയാണെന്നറിയണം. ആ അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ പണി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനം ദൈവവചനവും പരിശുദ്ധാത്മാവും ചേർന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പണി അതൊരു ശക്തിക്കും കുലുക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെയാണ് മണലിന്മേൽ വീട് പണിതവൻ്റെയും ഉപമയും
പാറമേൽ വീട് പണിഞ്ഞവൻ്റെ ഉപമയും അതിൻ്റെയും ആ പ്രസക്തി നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. കാറ്റും കോളും തിരമാലകളും മറ്റുമൊക്കെ ഭവനത്തിന്മേൽ അടിച്ചതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്മേലും പലവിധമായ പ്രശ്നങ്ങളും ശോധനകളും കടന്നു വരും. അപ്പോൾ നമുക്കറിയുവാൻ കഴിയും ക്രിസ്തുവിനെ അറിഞ്ഞ് അവനിൽ വേരൂന്നി വളർന്നവനും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് പൗലോസ് 2:4 പറഞ്ഞിരിക്കുന്നത്, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു എന്ന്. 2:8 വീണ്ടും പറയുന്നു, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഇത് കൊലോസ്യയിലെ വിശ്വാസികൾക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പാണ്. ഇത് നമ്മോടുമുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് നാം ഓർക്കണം. ഈ 2 വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കൊലോസ്യയിലെ വിശ്വാസികളെ തെറ്റിക്കുവാൻ, വിശ്വാസത്തിൽ നിന്നും മറിച്ചു കളയുവാൻ അവിടെ ചില തത്വജ്ഞാനങ്ങൾ, ചില ഫിലോസഫീസ് പഠിപ്പിച്ചിരുന്നു, അവിടെ പ്രചരിപ്പിച്ചിരുന്നു. അതുപോലെ വശീകരിക്കുന്ന നമ്മുടെ വിശ്വാസത്തെയും ചിന്തകളെയും തെറ്റിക്കുന്ന ചില കാര്യങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. സ്കോളേഴ്സ് പറയുന്നത്, അവരെ ത്രട്ടൻ ചെയ്തിരുന്ന ഫിലോസഫി അല്ലെങ്കിൽ തത്വജ്ഞാനം എന്നത് അന്ന് അവിടെ നിലനിന്നിരുന്ന ചില മതങ്ങളിലെ മിസ്റ്ററീസും മർമ്മങ്ങളും ജ്ഞാനവാദങ്ങളും ഗ്രീക്ക് ഫിലോസഫിയും യഹൂദ മതത്തിലെ ജൂവിഷ് മിസ്റ്ററീസും നിഗൂഢതകളുടെയൊക്കെ ഒരു മിക്സ്, ഒരു കോമ്പിനേഷനായിരുന്നു എന്നാണ്. അവർ പഠിപ്പിച്ചിരുന്നത് ദൈവമാത്മാവാണ്, സ്പിരിറ്റാണ്. ഈ ദൈവാത്മാവിന് ഭൗതിക ലോകവുമായിട്ടും മനുഷ്യനുമായിട്ടും ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുവാൻ സാധിക്കുകയില്ല എന്ന് അവരെ പഠിപ്പിച്ചു. അതുപോലെ ദൈവമല്ല ഈ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിതാവ് എന്നും അവർ പഠിപ്പിച്ചു. മറിച്ച് ചില മധ്യസ്ഥർ വേണം ദൈവത്തിന് മനുഷ്യനുമായി കോണ്ടാക്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ സംസാരിക്കുവാനെന്ന്. അത് ചില ദൈവദൂതന്മാരാണ് ഈ മീഡിയേറ്റേഴ്സ് ആയി പ്രവർത്തിക്കുന്നതെന്ന് അന്ന് അവരുടെ തത്വജ്ഞാനവും ഫിലോസഫിയും അവരെ പഠിപ്പിച്ചു. കൊലോസ്യർ 1:15-16 പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവാണ് ലോകത്തിൻ്റെ സൃഷ്ടിതാവെന്ന്. കൊലോസ്യർ 1:19-20 വാക്യങ്ങളിൽ പൗലോസ് വീണ്ടും പറയുന്നു, യേശു ക്രിസ്തുവാണ് നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന്. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ പിതാവുമായിട്ട് അടുപ്പിക്കുന്ന നിരപ്പിൻ്റെ റീകൺസിലിയേഷൻ്റെ ശുശ്രൂഷ നിവർത്തിച്ചത് നമ്മുടെ കർത്താവാണ്, വേറെ ആരുമല്ല. കൊലോസ്യർ 2:16 പൗലോസ് പറയുന്നു, പെരുന്നാളോ ശബത്തോ ഒന്നും ആചരിക്കേണ്ടതില്ല. യഹൂദർ പഠിപ്പിക്കുന്നത് പോലെ ചില ദിവസങ്ങൾ പ്രത്യേക ദിവസങ്ങളായി കാണേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. എല്ലാ പൂർണ്ണതയും യേശുവിൽ കാണുവാൻ കഴിയും. ദൈവത്വത്തിൻ്റെ തികവ് കർത്താവിലാണ്. യേശു പകുതി ദൈവമല്ല എന്ന് നാം ഓർക്കണം. യേശു ദൈവത്തെക്കാൾ താഴ്ന്നവനോ അല്ല, മറിച്ച് യേശു പൂർണ്ണ ദൈവമാണ്. എല്ലാ തികവും നമുക്കവനിൽ കാണുവാൻ കഴിയും. അതാണ് കൊലോസ്യർ 2:9-10 നാം പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. കൊലോസ്യയിൽ മറ്റൊരു പഠിപ്പിക്കലുണ്ടായിരുന്നത്, അത് യേശുവിന് മനുഷ്യൻ്റെ ശരീരമില്ലായിരുന്നു, അതുപോലെ തോന്നിക്കുന്ന ഒന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞിരുന്നു, യേശു എന്ന മനുഷ്യനും ക്രിസ്തുവിൻ്റെ ആത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും രണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത്, യേശുവിൽ ദൈവത്വത്തിൻ്റെ സകല സമ്പൂർണതയും ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും അധികാരിയും തലയും ക്രിസ്തുവാണ്. എല്ലാത്തിൻ്റെയും അധികാരി നമ്മുടെ കർത്താവാണ്. നാം ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അവൻ പൂർണ്ണതയുള്ള ദൈവമാണ്. സകല സമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും ഉടയവുമായവൻ അവനാണ്. സകലത്തിൻ്റെയും അധികാരമുള്ളവനും കർത്താവാണ്. അതുകൊണ്ട് അവനെ അറിയേണ്ടുന്നതുപോലെ അറിഞ്ഞ് അവനിൽ വേരൂന്നി വളർന്ന് എല്ലാ തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്നും അകന്ന് അവനെ മുറുകെ പിടിച്ച് മുന്നോട്ടുള്ള വിശ്വാസ ജീവിതം തന്നെ നയിക്കുവാൻ നമുക്ക് കഴിയണം. കിഴവിക്കഥകളും അന്യഥാവുള്ള ഉപദേശങ്ങളിലും നമ്മൾ വീണു പോകുവാൻ ഇടയാകരുത്. പക്വതയുള്ള, അടിസ്ഥാനമുള്ള, മൂല്യമുള്ള ഒരു വിശ്വാസ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയണം. അതിന് ദൈവവചനം വേണം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അതിനായിട്ടാകട്ടെ
നമ്മുടെ ആഗ്രഹം. ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ നടക്കുന്ന വ്യക്തിപൂജകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാപങ്ങളും ഒക്കെ നമ്മെ തൊടാതിരിക്കണമെങ്കിൽ നാം ക്രിസ്തുവിലും ദൈവവചനത്തിലും വേരുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ചില ഉപദേശങ്ങൾ, ചില കള്ളത്തരങ്ങൾ, പഠിപ്പിക്കലുകൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംശയവും ഉടലെടുക്കും, നമ്മുടെ ഉള്ളിൽ ചാഞ്ചാട്ടമുണ്ടാകും. ഇത് പലർക്കും അനുഭവമുള്ളതാണ്. ഇന്ന് എന്തെല്ലാമാണ് സോഷ്യൽ മീഡിയകളിൽ കൂടി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എത്രയോ പേർ ദൈവത്തിന് വേണ്ടി ശോഭിച്ചു കൊണ്ടിരുന്നവർ ഇന്ന് ഈ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് പേഗണിസത്തിലേക്ക്, ജാതീയതയിലേക്ക് കടന്നുപോയിരിക്കുന്നു. അവരെല്ലാം മിടുക്കന്മാരാണ്, പക്ഷേ അവരെയെല്ലാം ചില തത്വചിന്തകൾ, ചില ഫിലോസഫികളിൽ അവർ വീണുപോയിരിക്കുന്നു എന്ന് നാം അറിയണം. അവർക്കെല്ലാം ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൂടി ദൈവവചനത്തിൻ്റെ വെളിച്ചം ദൈവം അടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പെന്തക്കോസ്ത് ഗോളത്തിൽ ശോഭിച്ചിരുന്ന വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിരുന്ന പലരും ഇന്ന് ജാതീയ വിശ്വാസത്തിലേക്ക് വീണിരിക്കുന്നു. അനേകരുടെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന, ചിലരുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന ചില പ്രവർത്തികൾ അവർ ചെയ്യുന്നു. അനേകർ രക്ഷയെങ്കിലേക്ക് വരാതിരിപ്പാൻ ഇതെല്ലാം കാരണമായി തീരുന്നു. ഇതിൻ്റെ മധ്യത്തിൽ ഈ തലമുറയിൽ നമ്മൾ ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അറിയണം. ദൈവവചനത്തിൽ നാം വളരണം. ക്രിസ്തു എന്ന തലയെ നാം മുറുകെ പിടിക്കണം. ക്രിസ്തുവ് എന്ന ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ രൂപത്തോടും ഭാവത്തോടും അനുരൂപരാകുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചവരാണ് അവൻ്റെ കാഹളം കേൾക്കുമ്പോൾ തേജസ്സേറിയ ശരീരത്തോടെ രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് അവനോടുകൂടെ മധ്യാകാശത്തിൽ എടുക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. 1, നാം ക്രിസ്തുവിനെ അറിയണം. 2, ക്രിസ്തുവിൽ നാം വളരണം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നാം വസിക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ നടക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. 3, കള്ള ഉപദേശങ്ങളിൽ നിന്ന്, തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ക്രിസ്തുവിലെ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ നാം മനസ്സിലാക്കണം. 4, ക്രിസ്തു എന്ന തലയെ നാം മുറുകെ പിടിക്കണം. ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ലോകത്തിലെ ജ്ഞാനമല്ല, ഈ ലോകത്തിലെ വലിപ്പമല്ല, ഈ ലോകത്തിലെ വളർച്ചയല്ല. ക്രിസ്തുവിലുള്ള വളർച്ച, ക്രിസ്തുവിലുള്ള അടിസ്ഥാനം, ക്രിസ്തു എന്ന പാറമേൽ നമ്മുടെ വീടിനെയും നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ ജീവിതത്തെയും പണിയുവാനുള്ള വാഞ്ച, വചനധ്യാനത്തിലും ആത്മാവിൻ്റെ നിറവിലും ജീവിപ്പാനുള്ള താല്പര്യം, ഇതായിരിക്കട്ടെ നമ്മുടെ തുടർന്നുള്ള വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഇതിന് ദൈവം എന്നെ സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹവിശ്വാസികളെ, എൻ്റെ സഹോദരങ്ങളെ ദൈവം അതിനായിട്ട് ഇടയാക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നമ്മെ ഇതിനെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം എൻ്റെ ദൈവവചനധ്യാനം ശ്രദ്ധിച്ച നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ദൈവം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹകരമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത് ഏറ്റവും അനുഗ്രഹകരമായി തീർന്നുകൊണ്ടിരിക്കുന്നു. വചനത്തിൽ വളരുവാൻ, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുവാൻ, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പാൻ, ക്രിസ്തു എന്ന തലയെ മുറുകെ പിടിച്ച് ക്രിസ്തു എന്ന രൂപത്തോടും ഭാവത്തോടും അനുരൂപരായിത്തീരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവസന്നിധിയിൽ വീണ്ടും നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.